മദർ തെരേസയെ നേരിട്ട് കാണുന്നതിനും സംസാരിക്കുന്നതിനും സാധിച്ചു. ചിത്തനായ മരിച്ചുപോയ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ്റെ അടുക്കൽ പോകുന്നതിനും പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നതിനും ദൈവം മനുഷ്യന് നൽകുന്ന സമുന്നത ദാനവും വിശിഷ്ട സ്ഥാനവുമായ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ 50 വർഷങ്ങൾ പിന്നിടുന്ന ബഹുമാനപ്പെട്ട മാത്യു പാത്രപാങ്കലച്ചന് സ്നേഹപൂർവ്വം അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അദ്ദേഹത്തോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. വിശുദ്ധിയും വിജ്ഞാനവും വിനയവും വിശ്വസ്തതയും നിറഞ്ഞ 50 വർഷക്കാലത്തെ പ്രകാശപൂർണമായ പൗരോഹിത്യ ജീവിതത്തിലൂടെ ദൈവജനത്തിന് സേവനത്തിന്റെ മാതൃകയാകാൻ കഴിഞ്ഞതിൽ ബഹുമാനപ്പെട്ട മാത്യു അച്ഛനോടുള്ള കൃതജ്ഞതയും കടപ്പാടും സ്നേഹവും സമർപ്പിക്കുകയും ചെയ്യുന്നു. കർമ്മയോഗിയായ വിശുദ്ധ ചാവറയച്ചനും സഭാപിതാക്കന്മാരും CMI സഭയിലൂടെ തുടങ്ങിവെച്ച സന്യാസ സമർപ്പണ സമൂഹ ജീവിതത്തിന്റെ വീരോചിതവും വിജയകരവും ധന്യവുമായ മാതൃക കൂടിയാണ് ബഹുമാനപ്പെട്ട മാത്യു പാത്രപാങ്കലച്ചൻ. സന്യാസ വൈദിക പരിശീലനം, സഭാധികാര ശുശ്രൂഷ, ആത്മീയ ഗ്രന്ഥരചന, സ്വദേശത്തും വിദേശത്തുമുള്ള അജപാലന ശുശ്രൂഷ, കരിസ്മറ്റിക് നവീകരണ ധ്യാനം, വചന പ്രഘോഷണം, കൗൺസിലിംഗ് തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലങ്ങളാണ്. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, കഴിഞ്ഞ 50 വർഷം നൽകിയ അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഇപ്പോൾ ഒപ്പം തന്നെ CMA സഭയിലൂടെ കർത്താവിനെ നയിക്കുകയും അനുഗ്രഹിക്കുകയും വളർത്തുകയും അവിടുത്തെ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തതിന് എല്ലാ CMA സഭാംഗങ്ങളോട് ചേർന്ന് ഞാൻ നന്ദി പറയുന്നു. 1946 ജനുവരി 31 കോട്ടയം ജില്ലയിലെ പാലാ നഗരത്തിനടുത്ത് ചേർപ്പുങ്കൽ എന്ന സ്ഥലത്ത് മത്തായി മറിയ ദമ്പതികളുടെ 7 മക്കളിൽ മൂത്തയാളായി ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ജനിച്ചു. 6 സഹോദരന്മാരും കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിൽ കുടുംബസമേതം താമസിക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ ചേർപ്പുങ്കൽ ഇടവകയുടെ തന്നെ കീഴിലുള്ള പ്രൈമറി സ്കൂളിലാണ് 5ാം ക്ലാസ് വരെ മാത്യു അച്ഛൻ പഠിച്ചത്. 6ാം ക്ലാസ് മുതൽ മാത്യു അച്ഛന്റെ CMI ബന്ധം ആരംഭിക്കുന്നു. മുത്തോലി സെന്റ് ആന്റണീസ് സ്കൂളിൽ നിന്നും 1963 SSLC പഠനം പൂർത്തിയാക്കി. ഇക്കാലത്ത് അധ്യാപകരായിരുന്ന CMI സഭയിലെ വൈദികരുടെ സ്വാധീനമാണ് പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് പ്രേരണയായത്. ദൈവഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അവരുടെ ജീവിതവും വിശ്വാസവും എല്ലാം എന്നെ ഒത്തിരിയധികം സ്വാധീനിച്ചു. ഒപ്പം തന്നെ എന്നെ സ്വാധീനിച്ച ഒരു വലിയ ഘടകം ഞങ്ങളുടെ ഇടവപ്പള്ളിയാണ്. മാർസിലാമുത്തപ്പൻ്റെ പേരിലാണെങ്കിലും അവിടെയുള്ള ഉണ്ണീശോയാണ് എല്ലാവരുടെയും ആകർഷണ കേന്ദ്രം. അവിടെ വരുന്നവരെല്ലാവരും അവിടെ മുട്ടുകുത്തി മണിക്കൂറുകൾ നിന്ന് പ്രാർത്ഥിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഉണ്ണീശോ എന്നെ വളരെയധികം അനുഗ്രഹിക്കുകയും ഇന്നും എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. CMI സഭയിൽ തന്നെ തന്റെ ദൈവവിളി കണ്ടെത്തിയ മാത്യു അച്ഛൻ 1963 മുത്തോലി ആശ്രമത്തിലെ യോഗാർത്ഥി ഭവനത്തിൽ വൈദിക പരിശീലനം ആരംഭിച്ചു. 2 വർഷത്തെ പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം ചങ്ങനാശ്ശേരിക്കടുത്ത് ചെത്തിപ്പുഴ ആശ്രമത്തിൽ നവസന്യാസ പരിശീലനം പൂർത്തിയാക്കി. 1966 മെയ് 16 ആദ്യ വ്രതാനുഷ്ഠാനം നടത്തി. ബാംഗ്ലൂർ ധർമാരാം കോളേജിലായിരുന്നു 2 വർഷത്തെ ഫിലോസഫി പഠനം. 1969 1 വർഷത്തെ PUC പഠനം പൂർത്തിയാക്കി. ആ വർഷം തന്നെ നിത്യവ്രത വാഗ്ദാനവും നടത്തി. അതിനുശേഷം റീജൻസിയായിരുന്നു. ആ റീജൻസി കാലം ഇവിടെ ഈ കൂടത്തായി തന്നെയാണ് ഞാൻ ചെലവഴിച്ച്. ഇവിടെ അന്തോണീസിൻ്റെ കീഴിലായിരുന്നു. ഇവിടുത്തെ കെട്ടിടങ്ങളും സാഹചര്യങ്ങളും എല്ലാം മാറ്റം ഉണ്ടായിരുന്നു. ഇവിടെ പലരെയും എനിക്ക് അന്ന് ഉള്ള പലരെയും സാറന്മാരെയും ഒക്കെ പരിചയമുണ്ട്. അതിനുശേഷം പിന്നീട് 3 വർഷം തിയോളജിക്കായിട്ട് വീണ്ടും ബാംഗ്ലൂർക്ക് പോകുന്നു. ബാംഗ്ലൂർ വെച്ച് തിയോളജി പഠിക്കുന്നു. അതിനുശേഷമായിരുന്നു പട്ടം. 1974 പട്ടം. ആ പട്ടവും പട്ടസ്വീകരണവും എല്ലാം ഇവിടെ വെച്ചായിരുന്നു, കൂടത്തായിൽ വെച്ച് തന്നെയായിരുന്നു. അഭിമന്യ മാർ വള്ളോപ്പള്ളി പിതാവാണ് എനിക്ക് പട്ടം നൽകിയത്. എൻ്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അച്ഛന്, ബഹുമാനപ്പെട്ട എടക്കര അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി ഒന്നിച്ചാണ് ഇവിടെ തിരുപ്പട്ട എനിക്ക് സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. മലബാർ കുടിയേറ്റ ചരിത്രത്തിന്റെ ഭാഗമാണ് CMI സഭയും. അവിഭക്ത തലശ്ശേരി രൂപതയിൽ ആദ്യകാലത്ത് അജപാലന ശുശ്രൂഷ നിർവഹിച്ചതിൽ അധികവും CMI സഭാംഗങ്ങളായിരുന്നു. ദേവഗിരിയിലും കൂടത്തായിയിലും ആശ്രമങ്ങൾ സ്ഥാപിക്കപ്പെടുകയും മലബാറിൽ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ ധാരാളം സഭാംഗങ്ങൾ മലബാറിൽ സഭയുടെ സാന്നിധ്യമാവുകയും 1959
ഒരു റീജിയണായി മാറുകയും ചെയ്തു. 1969 മലബാർ റീജിയൻ സെന്റ് തോമസ് വൈസ് പ്രൊവിൻസായി പ്രഖ്യാപിക്കപ്പെടുകയും 1978 ഒരു പ്രൊവിൻസായി ഉയർത്തപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ മലബാർ പ്രൊവിൻസ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഞാൻ ഫിലോസഫി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ അപ്പച്ചാച്ചനും അമ്മച്ചിയും സഹോദരങ്ങളും എല്ലാവരും കൂടി മലബാറിലേക്ക് കുടിയേറി. പാണത്തൂർ, കാഞ്ഞങ്ങാടിലുള്ള പാണത്തൂരിലേക്ക് കുടിയേറി. അതിനുശേഷമാണ് ഇവിടെ ഈ പ്രോവിൻസ് തിരിയുന്ന കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ അന്നത്തെ അധികാരികൾ, ഇവിടെയുള്ള അധികാരികൾ, അല്ലെങ്കിൽ അന്ന് കോട്ടയത്തിൻ്റെ കീഴിലായിരുന്നു, ഇവിടെയുള്ള അധികാരികളും പിന്നെ എൻ്റെ കസിനായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പാത്ത് പ്രാങ്കലച്ചനൊക്കെ പറഞ്ഞു, അച്ഛൻ്റെ വീട് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെ ചേരുന്നതായിരിക്കും, ഈ റീജിയനിൽ അല്ലെങ്കിൽ പ്രോവിൻസിൽ ചേരുന്നതാണ് നല്ലതെന്നുള്ള ഉപദേശമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ആലോചിച്ച് പ്രാർത്ഥിച്ച ശേഷം അങ്ങനെ തന്നെ ചെയ്തു. ഞാൻ പേര് കൊടുത്തു. 1974 ഏപ്രിൽ 15 പുരോഹിതനായി അഭിഷിക്തനായ മാത്യു അച്ഛൻ ചേർപ്പുങ്കൽ ഉണ്ണിമിശിഹ ദേവാലയത്തിലാണ് പ്രഥമ ദിവ്യബലിയർപ്പിച്ചത്. 1974 കോഴിക്കോട് സെന്റ് തോമസ് പ്രൊവിൻസിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹദായകമായ വർഷമായിരുന്നു. 2 ഘട്ടങ്ങളിലായി 9 വൈദികരെയാണ് CMI സെന്റ് തോമസ് പ്രൊവിൻസിലൂടെ ദൈവ തിരുസഭയ്ക്ക് സമ്മാനിച്ചത്. മേരിക്കുന്ന് യോഗാർത്ഥി ഭവനത്തിലായിരുന്നു ബഹുമാനപ്പെട്ട മാത്യു അച്ഛന് ആദ്യ നിയമനം ലഭിച്ചത്. അവിടെ പ്രീഫെക്റ്റായി 3 വർഷം സേവനമനുഷ്ഠിച്ചു. പട്ടമേറ്റ ശേഷം മേരിക്കുന്നിലേക്കാണ് എന്നെ അധികാരികളെ നിയോഗിച്ചത്. അവിടെ ഏതാണ്ട് 1977 സെപ്റ്റംബർ വരെ ഉണ്ടായിരുന്നു. റോമിലേക്ക് പഠിക്കാൻ പോകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അതിനുള്ള നടപടികളൊക്കെ നടന്നു. 1977 സെപ്റ്റംബർ 7 പലരും ഒന്നിച്ച് ഞങ്ങൾ റോമിലേക്ക് പോവുകയാണ്. റോമിലെ പഠനത്തിൽ പ്രധാനമായിട്ടും തിയോളജിയാണ് പഠിച്ചത്. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പ്രെയർ ആൻഡ് കോണ്ടംപ്ലേഷൻ ആയിരുന്നു. അതിലാണ് ഞാൻ തീസിസ് എഴുതിയത്. ആ ഒരു അനുഭവം, അവിടുത്തെ പ്രെയർ, അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം എന്നെ ആ വിധത്തിലേക്ക് നയിച്ചു. അങ്ങനെ പ്രെയർ ആൻഡ് കോണ്ടംപ്ലേഷനെ കുറിച്ച് തീസിസ് എഴുതി എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. ഇതിനിടയ്ക്ക് വളരെ സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടായത് അന്ന് അവിടെ വെച്ച് മദർ തെരേസയെ നേരിട്ട് കാണുന്നതിനും സംസാരിക്കുന്നതിനും സാധിച്ചു. പിന്നീട് വിശുദ്ധനായ മരിച്ചുപോയ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ്റെ അടുക്കൽ പോകുന്നതിനും പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നതിനും, ഒരിക്കലന്ന് CMI-ക്കാരായ എല്ലാ വൈദികരെയും വിളിച്ച്, അന്ന് എല്ലാ ഗ്രൂപ്പിനെയും വിളിക്കുമായിരുന്നു, ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഒന്നിച്ച് അദ്ദേഹത്തിനോടുകൂടി ഒന്നിച്ച് ദീപബലി അർപ്പിക്കുകയും വ്യക്തിപരമായി കാണുകയും സമ്മാനങ്ങൾ തരികയും ചെയ്തതെന്നൊക്കെയുള്ള വലിയൊരു അനുഭവമായിരുന്നു. റോമിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി മടങ്ങിയെത്തിയ ബഹുമാനപ്പെട്ട മാത്യു അച്ഛനെ പല ഘട്ടങ്ങളിലായി ദീർഘകാലം നവസന്യാസ ഗുരുവായും യോഗാർത്ഥികളുടെ റെക്ടറായും സന്യാസ വൈദിക പരിശീലന രംഗത്ത് സേവനമനുഷ്ഠിക്കാനാണ് സഭാധികാരികൾ അദ്ദേഹത്തെ നിയോഗിച്ചത്. 1984 മുതൽ 87 വരെയും 1993 മുതൽ 96 വരെയും അദ്ദേഹം മേരിക്കുന്നിൽ നോവിസ് മാസ്റ്ററായും 1991 മുതൽ 93 വരെ കൂടത്തായിയിൽ യോഗാർത്ഥികളുടെ റെക്ടറായും മാത്യു അച്ഛൻ സേവനമനുഷ്ഠിച്ചു. ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. നല്ലവരായ അന്നത്തെ സ്റ്റുഡൻസ് നല്ലവരെല്ലാവരും ആയതുകൊണ്ട് വലിയ വിഷമങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. ആ കാലത്തെക്കുറിച്ച് വളരെ സന്തോഷമായിട്ട് ഓർമ്മിക്കുന്നത്, എൻ്റെ കൂടെ അന്ന് നോവിഷിയേറ്റിൽ ഒരാളായിട്ട് അഭിമന്യ പിതാവ് മാർ പനന്തോട്ടം പിതാവ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ വസിക്കാനുള്ള കൃപ എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുശേഷം അവിടെ CMI-ക്കാരുടെ മാത്രമല്ല പുറത്തുള്ള സിസ്റ്റേഴ്സിൻ്റെയും ഫോർമേഷൻ ആരംഭിച്ചു. അന്ന് അവിടെ അച്ഛന്മാരൊക്കെ വളരെ കുറവായിരുന്നുള്ളതുകൊണ്ട് ആദ്യം CMC-ക്കാർ, പിന്നെ MSMI-ക്കാർ, പിന്നെ FCC, അങ്ങനെ അവരുടെയും ഫോർമേഷൻ ആരംഭിച്ചു. ഫോർമേഷൻ ആസക്തിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചതുകൊണ്ട് കുറേയൊക്കെ ചെയ്യാൻ സാധിച്ചു. ഇതിനിടയിൽ വചന പ്രഘോഷണ രംഗത്ത് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയിരുന്നു. സന്യാസ വൈദിക പരിശീലനം നടത്തുന്ന ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ധ്യാനം നടത്തിക്കൊണ്ടായിരുന്നു വചന പ്രഘോഷണ ശുശ്രൂഷയുടെ ആരംഭം. 1987 ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ കോഴിക്കോട് സെന്റ് തോമസ് പ്രൊവിൻസിന്റെ ഫിനാൻസ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൗൺസിലർ എന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടാനും ധ്യാനം കൂടാനും എല്ലാം സാധിച്ചു. ബഹുമാനപ്പെട്ട കളത്തിലച്ഛനായിരുന്നു എന്നെ ഒരു വലിയ സഹായി. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട കൊളത്തുപേര് വർക്കിച്ചൻ്റെ കൂടെയും
അതുപോലെ ഇവിടെ തുരുത്തുമറ്റത്തിലൂടെയെല്ലാം ജോലി ചെയ്യാനും അവരുടെ കൂട്ടത്തിൽ ശിഷ്യത്വം സ്വീകരിക്കുവാനെല്ലാം സാധിച്ചു വലിയ ഭാഗ്യമായി കാണുന്നു. അങ്ങനെ ഞാൻ വചനപ്രഘോഷ രംഗത്തിലേക്ക് വരികയാണ്. എപ്പോഴൊക്കെ സൗകര്യം കിട്ടിയാലും കളത്തിലച്ഛൻ്റെ കൂടെ പോകാം. അതേ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പോയും ഞാൻ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വലിയൊരു ഭാഗ്യമായിരുന്നു. പിന്നെ കൗൺസിലറായിരുന്ന സമയത്ത് തന്നെയാണ് സഭാധികളെ തളിപ്പറമ്പിലെ ദർശന പണിയാനായിട്ട് നിയോഗിച്ചത്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോവും. അവിടെ അന്ന് ഫിലിപ്പച്ചനുണ്ടായിരുന്നു, ആറ്റുകടവിൽ ഫിലിപ്പച്ചൻ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നാണ് പണിയിച്ചത്. അപ്പം ഞാനാണ് അതിൻ്റെ ഉത്തരവാദിത്വമില്ല. അതിൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അവിടെയുള്ള ആ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും വലിയൊരു സന്തോഷമായ ഒരു കാര്യമായിരുന്നു. ദർശനം പണിയിച്ച ശേഷം ചേഞ്ച് വന്നു, സഭാ സ്ഥാനത്ത് ചേഞ്ച് വന്നപ്പോൾ എന്നെ അവിടുത്തെ സുപ്പീരിയറായിട്ടും ഇടവ വികാരിയായിട്ടും എന്നെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ ഒരു ഏതാണ്ട് 1.5 വർഷം 2 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. വചന പ്രഘോഷണ രംഗത്തും ധ്യാന രംഗത്തും ശ്രദ്ധേയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രിസ്തീയ മാസികകളിലും കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളിലും തിരുവചന വ്യാഖ്യാന സംബന്ധമായ ലേഖനങ്ങളും ആത്മീയ ജീവിത പഠനങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരുന്നു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ വളരെ വിലപ്പെട്ട 3 ആത്മീയ ഗ്രന്ഥങ്ങൾ രചിച്ച് അദ്ദേഹം കേരള കത്തോലിക്ക സഭയ്ക്ക് സമർപ്പിച്ചു. വൈദികർക്കും സന്യസ്തർക്കും ആത്മായർക്കും ഒരുപോലെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും എന്നും ഉപയോഗിക്കാൻ കഴിയുന്ന അമൂല്യ സമ്പത്താണ് ഈ 3 ഗ്രന്ഥങ്ങളും. ആയിട്ട് എൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്ന ഒരു പുസ്തകം എഴുതുന്നത് പ്രാർത്ഥനയെക്കുറിച്ച്. അതുപോലെ എഴുതിയിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളെല്ലാം നോക്കിയിട്ടാണ്. അന്ന് വരെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രധാനമായിട്ടുള്ള ആശയം ഉണ്ടായിരുന്നത് കോണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മലയാളത്തിൽ എഴുതി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടങ്ങിയ ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പാണ് ഏറ്റവും അധികം കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചതാണ്ട് 1 വർഷം. അതിൻ്റെ ഇടയ്ക്ക് ചിന്തിക്കുകയും ചെയ്തിരുന്നു എങ്ങനെ എന്താ എഴുതണം. അത്ഭുതകരമെന്ന് പറയട്ടെ, കർത്താവ് എന്നെ കൊണ്ട് എഴുതിപ്പിക്കുകയായിരുന്നു. ഞാൻ ഈ പുസ്തകം എഴുതിയിട്ട് എന്നെ പഠിപ്പിച്ച പ്രൊഫസേഴ്സിനെയും വലിയ ബൈബിൾ പണ്ഡിതന്മാരെ കൊണ്ട് കാണിച്ചപ്പോൾ അവരൊരാൾ എന്നോട് ചോദിച്ച അച്ഛൻ എങ്ങനെയാണ് ഇത് എഴുതിയെന്നാണ്. ഇപ്പം എനിക്ക് പറയാനോട് ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, കർത്താവ് എന്നെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. ഒരു ഭാഗം എഴുതുമ്പോൾ അടുത്ത ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ വേണം എന്നിരിങ്ങനെ ആരോ പറഞ്ഞു തരുന്ന പോലെയാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതുകൊണ്ട് എനിക്കിങ്ങനെ എഴുതിപ്പോകാൻ വളരെ സൗകര്യമായിരുന്നു. ഇങ്ങനെ കർത്താവിനെ കൊണ്ട് ഈ പുസ്തകം എഴുതിപ്പിച്ചു. ഇതിനാണ് ഇന്നും കൂടുതൽ ഡിമാൻഡുള്ളത്, ആൾക്കാർ ആവശ്യപ്പെടുന്നത്. അത് വായിക്കുന്നുണ്ട്, പല സഭകളിലും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാം കർത്താവിനോട് എന്നെ ഇടയാക്കിയതിന് കർത്താവിന് നന്ദി പറയുകയാണ്. പിന്നീടുള്ളത് ഈ പുസ്തകം സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകാൻ പറ്റും. അതുകൊണ്ട് അന്ന് കരിസ്മാറ്റിക് ആ പരിപാടികളൊക്കെ വളരെ ശക്തമായിരുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ളവർ എന്നോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതിയിട്ടാണ് വന്നത്. അങ്ങനെ എഴുതിയതാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ദൈവം. അങ്ങനെ അത് വളരെ രീതിയിൽ 3 പ്രാവശ്യം പഠിച്ചു. തിരുവചന ധ്യാനങ്ങൾ, ഇത് ഞാൻ അതിൻ്റെ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സന്യാസ രൂപീകരണ സഹായി എന്ന് പറഞ്ഞാൽ ഇത് ഒരു വെറുതെ ധ്യാനങ്ങളല്ല, വിസ്തരണത്തിലെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് എങ്ങനെ വിചിന്തനം ചെയ്ത് ധ്യാനിക്കണം. പലവിധ രോഗങ്ങൾ മൂലമുള്ള സഹനങ്ങളിലൂടെയും ദൈവം ബഹുമാനപ്പെട്ട മാത്യു അച്ഛനെ വഴി നടത്തി. ചില ഘട്ടങ്ങളിൽ മരണകരമായ നിലയിൽ വരെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ അത്ഭുതമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ ദൈവം തന്റെ കരസ്പർശം നീട്ടി ബഹുമാനപ്പെട്ട മാത്യു അച്ഛന് സൗഖ്യം നൽകിയ അനുഭവങ്ങളുമുണ്ട്. 2004 ആയപ്പോഴത്തേക്ക് പരിപൂർണമായിട്ട് രോഗിയായി മാറി. എന്നെ ചികിത്സിച്ച് ഡോക്ടർമാർ പറയുന്നു കാര്യമായ രോഗങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് എല്ലാ രോഗങ്ങളും. അതാണ് എൻ്റെ ഒരു കോൺട്രാസ്റ്റ്. അവസാനം എനിക്ക് മുറിയിൽ നിന്നും പുറത്തിറങ്ങി 10 മിനിറ്റ് പോലും നടക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഡോക്ടർമാരെല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ട് ഫിലിപ്പോസ്റ്റൻ വരെ ഉപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എൻ്റെ പരിചയക്കാരെല്ലാവരും കൂടി എന്നോട് പറഞ്ഞു പ്രാർത്ഥനയ്ക്കായിട്ട് പോകാം. അങ്ങനെ ഞാനൊരു ഗ്രൂപ്പിലേക്ക് പോയി. ആ ഗ്രൂപ്പിൽ 1 വർഷം അവരോട് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് അവർക്ക് എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറവായി തുടങ്ങി. പിന്നീട് ഞാൻ 1 വർഷം തളിപ്പറമ്പിലായിരുന്നു, അവിടെ ഇരുന്ന് തനിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ കൂടുതൽ ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരുന്നു. 1996 മുതൽ 2001 വരെയുള്ള 5 വർഷക്കാലം ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ജർമ്മനിയിൽ അജപാലന ശുശ്രൂഷയിൽ വ്യാപൃതനായി. പല കാലഘട്ടങ്ങളിലായി 6 തവണ സഭയിൽ അധികാര ശുശ്രൂഷയ്ക്കായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു.
1987 ഫിനാൻസ് കൗൺസിലറായും 2002 വിഗർ പ്രൊവിൻഷ്യാളായും 2008 മുതൽ തുടർച്ചയായി 4 തവണ പ്രൊവിൻസിന്റെ ഓഡിറ്ററായും തെരഞ്ഞെടുക്കപ്പെട്ടു. 18 വർഷക്കാലമാണ് ശുശ്രൂഷ ചെയ്തത്. അമലാപുരി ഇടവകയിലും തളിപ്പറമ്പ് പുഷ്പഗിരി ഇടവകയിലും അദ്ദേഹം വികാരിയായി സേവനം ചെയ്തു. ബഹുമാനപ്പെട്ട മാത്യു പാത്രപാങ്കലച്ചന്റെ 50 വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതത്തിന്റെ 19 വർഷം ജീവിച്ചത് കൂടത്തായി ലൂതുമാത ആശ്രമത്തിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ കൂടത്തായി ഇടവകയിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട് ചേർന്ന് അജപാലന ശുശ്രൂഷയിൽ സഹായിച്ചു. ആധുനിക കാലത്തെ കൂടത്തായി CMI സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ അദ്ദേഹത്തിന് നിർണായകമായ സ്ഥാനമാണുള്ളത്. സമൂഹത്തെ പ്രാർത്ഥനയിൽ ഒന്നിപ്പിക്കുകയും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്തുകൊണ്ട് സ്നേഹവും വാത്സല്യവുമുള്ള സഭാപിതാവായി സഭ ഏൽപ്പിക്കുന്ന കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെയും സന്തോഷത്തിന്റെയും ആൾ രൂപമായി ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ നിലകൊള്ളുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞ ഈ ജീവിത സായാഹ്ന കാലഘട്ടം ദൈവമഹത്വത്തിനായി സമർപ്പിക്കാൻ അദ്ദേഹത്തിന് എന്നും കഴിയട്ടെ. പരിശുദ്ധ കന്യാമറിയം തന്റെ പരിശുദ്ധ കാപ്പയിൽ ബഹുമാനപ്പെട്ട മാത്യു അച്ഛനെ പൊതിഞ്ഞ് എന്നും സംരക്ഷിക്കട്ടെ.